നമസ്കാരം, ഞാൻ രമ്യാഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഉള്ളിവട എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്താ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ബൗളിലോട്ട് നമുക്ക് ഓരോ പൊടികളായിട്ട് ആഡ് ചെയ്യണം. ആദ്യം നമുക്കൊരു മാവ് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്യണം. ഏകദേശം 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്തു. ഇനി പിന്നെ നമുക്ക് വേണ്ടത് കടല മാവാണ്, അല്ലെങ്കിൽ കടലപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വേണം. ടേബിൾ സ്പൂൺ അളവാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ 2 പൊടികളും ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഒരുപാടാവണ്ട കായത്തിന്റെ പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പൊ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഒരു ടീസ്പൂൺ ഞാനിപ്പോൾ കാശ്മീരി മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ആഡ് ചെയ്യുക. ഇത്രയും ആഡ് ചെയ്ത ശേഷം ഒന്ന് ഫോർക്ക് കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫോർക്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ സവാള ഓൾറെഡി ഒരു 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഏകദേശം 2 വലിയ സവാളയാണ്. ചെറിയ സവാള ആണെങ്കിൽ 3-4 വേണ്ടി വരും. നീളത്തിൽ അരിഞ്ഞാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആഡ് ചെയ്ത ശേഷം ഈ പൊടിയിലോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവാളയുടെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം കൈകൊണ്ടൊന്ന് വിടർത്തിയിടുക. അപ്പോൾ നമുക്ക് ഒറ്റ പീസായിട്ട് വരും. അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഒന്നിച്ചിരിക്കുന്നതിനെക്കാട്ടിലും. കാരണം അപ്പം എല്ലാത്തിൻ്റെ ഉള്ളിലും മാവ് നല്ലോണം പിടിക്കും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല, ഞാനത് കുഴച്ച് നോക്കി. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് വേണ്ടി വരും. അത് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക വെള്ളം. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. നല്ല തിക്ക് ബാറ്ററായിട്ട് വരണം. വെള്ളം തിക്കും ആവാൻ പാടില്ല, ഒരുപാട് തിന്നും ആവാൻ പാടില്ല. ആ സവാളയിലെല്ലാം നന്നായി പിടിച്ചിരിക്കണം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഞാൻ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കല്ല, നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് അതിൽ കോരിയിടേണ്ടതാണ്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ വെള്ളം പോലെ ഇരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വറുക്കുകയാണെങ്കിൽ നമുക്ക് മസാലയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. അതായത് അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയും ഒന്നും ടേസ്റ്റ് വരില്ല. വെറും സവാള വെറുതെ എണ്ണയിലിട്ട് വഴുതുന്ന പോലെയാവും. കോമ്പിനേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ച് നോക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഫോർക്ക് കൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം നല്ല ഫ്ലേവർ വരും കറിവേപ്പില. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാക്കാൻ വയ്ക്കുക, ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം. നല്ല ചൂടാണെങ്കിൽ കരിഞ്ഞു പോകും ഇട്ടുടനെ, ഉള്ളിലൊന്നും വേവില്ല. എണ്ണ ചൂടായിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് അത് ഫ്രൈ ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഓരോ സ്പൂണ്
ചൂടായ എണ്ണയിലോട്ട് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ചെറിയ അളവുകളാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്നാവും. ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, പെട്ടെന്ന് നല്ല ക്രിസ്പായിട്ടും സവാള വെന്തും വരും. വലിയ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ക്രിസ്പാവാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ ചെറിയ സ്പൂൺ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എൻ്റെ ചെറിയ ചീൻചട്ടി ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 എണ്ണം ഇതിലൊപ്പം ആഡ് ചെയ്യാണ്. അറ്റ് എ ടൈം വറുക്കാൻ പോവാണ്. കുറച്ച് പരന്ന പാത്രമാണെങ്കിൽ എണ്ണ കൂടുതൽ വേണ്ടി വരും, പക്ഷെ നമുക്ക് നിറയെ വറുത്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചീനച്ചട്ടിയിലാണെങ്കിൽ കുഴിഞ്ഞിരിക്കുന്ന പാത്രമല്ലേ, അപ്പോൾ കുറച്ച് എണ്ണയെ വേണ്ടി വരുള്ളൂ. പക്ഷെ ഉണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് തിരിച്ചിടുക, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടുകൊണ്ടിരിക്കുക. കാരണം ഒരു ഭാഗം മാത്രം മുമ്പ് കരിയാൻ പാടില്ല, എല്ലാ സൈഡും വേവണം. മാവ് നല്ല ക്രിസ്പ് ആവണം, നല്ല ടേസ്റ്റ് വരുള്ളൂ. ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാണോ എന്ന്. പിന്നെ കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ കറിവേപ്പില, പെരിഞ്ജീരകം ഒക്കെ അതിലേക്ക് കാണാൻ പറ്റും. എല്ലാ ഫ്ലേവറും നമുക്ക് കിട്ടും കടിക്കുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകത്തിന് പകരം പൊടി ആഡ് ചെയ്യാം, പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്യാം, അതും നല്ല ഫ്ലേവർ തരും. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും, ഇത് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആവും ഫ്രൈ ചെയ്ത് വരാൻ. തീ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. പിന്നെ ഇതുമാതിരി ഞാൻ ബാക്കിയുള്ള സെറ്റുകളെല്ലാം ചെയ്യാൻ പോവാണ്. ബാക്കിയുള്ള മാവ് കഴിയുന്നവരെ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് ഏകദേശം ഒരു 2 വലിയ സവാള എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ബാക്കിയുള്ള മാവ് കൂടെ ഇതുമാതിരി ചെയ്യട്ടെ. അതിനുശേഷം ഇത് കോരി മാറ്റുമ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലേക്കിട്ടാണ് ഇത് ഞാൻ വാങ്ങിയിടുന്നത്. ബാക്കി എക്സസ് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പറിൽ വലിച്ചെടുത്തോളും. കണ്ടില്ല, ഞാനൊരു ഫസ്റ്റ് സെറ്റ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ്. മാവെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പച്ചമാവൊന്നുമില്ല. ഇതുമാതിരി ബാക്കിയുള്ള മാവുകളെല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.